ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു സംശയമാണ്. നമ്മുടെ തംബ്നെയിൽ കണ്ടവർ വിചാരിക്കും ലിയോയും കൂലി അതിൻ്റെ ട്രെയിലർ തമ്മിൽ ഡീകോഡിങ് അല്ലെങ്കിൽ ഉപമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചിലവർ കാണാം. പക്ഷേ ഇതൊന്നുമല്ല. ഇത് എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നതേ ഉള്ളൂ. നമുക്കറിയാം, ലോകേഷ് കനകരാജിൻ്റെ ഇപ്പം തലൈവറുടെ കൂടെ ഇറങ്ങാനിരിക്കുന്ന പടമാണ് കൂലി. അത് 14-ാം തീയതി റിലീസാണ്. അതിൻ്റെ ട്രെയിലർ ഇന്നലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ളൊരു ട്രെയിലറാണ്. നമുക്കൊട്ടും നെഗറ്റീവ് വരാത്ത രീതിയിലുള്ളൊരു ട്രെയിലറാണ് ഇന്നലെ ഇറങ്ങിയത്. എന്നാൽ ചിലർക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ല, ചിലർക്ക് ഒരു ആവറേജ് ആയിട്ട് തോന്നിയേക്കാം. എന്നാലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു A സർട്ടിഫിക്കറ്റ് പടത്തിന് ട്രെയിലറിന് ഒരു വയലൻസോ അല്ലെങ്കിൽ ഒരു ഫൈറ്റോ ഒരു മാസ് ഡയലോഗോ ഒന്നുമില്ലാത്തൊരു ട്രെയിലർ, അതാണ് നമ്മുടെ ലോകേഷ് കനകരാജിൻ്റെ ഒരു ബ്രില്യൻസ് എന്ന് പറയേണ്ട കാര്യം. അപ്പം അതൊക്കെ വിടുന്നു. എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന പടം കൂലിയാണോ ലിയോ ആണോ എന്നുള്ളൊരു ഡൗട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം കൂലിയുടെ പ്രമോഷന് പോയാലോ അല്ലെങ്കിൽ നമ്മുടെ സോങ് ഒക്കെ ഇറങ്ങാൻ പോകുമ്പോൾ അതിൻ്റെ ഒരു പ്രമോ ഒക്കെ ഇറങ്ങുമ്പോൾ തന്നെ അതിനകത്താണേലോ അല്ലെങ്കിൽ എവിടെ ചെന്നാലും കൂലിയുടെ ഒരു പ്രമോഷനോ അല്ലെങ്കിൽ എന്ത് കാര്യത്തിന് ചെന്നാലും അവിടെ എല്ലാം ലിയോയെ പറ്റിയായിരിക്കും ചർച്ച, അല്ലെങ്കിൽ ദളപതി വിജയെ പറ്റിയായിരിക്കും ചർച്ച, അല്ലെങ്കിൽ LCUവിൽ ദളപതി വിജയ് ഉണ്ടാകുമോ എന്നൊക്കെയാണ് ചർച്ച. അപ്പം ഈ കൂലി സിനിമയെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്കിപ്പോൾ തോന്നുന്നത് ഡബിൾ ഹൈപ്പ് ഇപ്പം ലിയോയ്ക്ക് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പലരും ഇന്നലെ കൂലിയുടെ ട്രെയിലറൊക്കെ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ലിയോയുടെ ട്രെയിലർ ഇട്ട് കാണിക്കുന്നു, ലിയോയുടെ ട്രെയിലർ ഇടുന്നു. അത് കൂടാതെ നമ്മുടെ കൂലിയുടെ സോങ്ങിൻ്റെ പ്രമോയ്ക്ക് തന്നെ ഡയറക്ടറായ ലോകേഷ് കനകരാജിൻ്റെ വാട്സപ്പ് DPയിൽ ലിയോ, പിന്നെ എവിടെ നോക്കിയാലും ലിയോയുടെ ചർച്ച. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ലിയോ ഇപ്പം ഭയങ്കര ഹൈപ്പിൽ നിൽക്കുകയാണ്. അപ്പം ഈ ഒരു ലെവലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം കൂലിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഇൻഡസ്ട്രിയിലും വലിയ താരങ്ങൾ, നമ്മുടെ ബോളിവുഡിൽ തന്നെ അമീർ ഖാൻ വരെ വന്നിട്ടും ആ ഒരു പടത്തിന് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ചിലപ്പം അത് നെഗറ്റീവ് അല്ലെങ്കിൽ വിജയ് ഫാൻ എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിച്ചേക്കാം. പക്ഷെ എനിക്ക് തോന്നിയ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇത്രയും വലിയ താരങ്ങൾ, നാഗാർജുന പോലുള്ള വലിയ താരങ്ങൾ വന്നിട്ട് പോലും ഈ ഒരു കൂലിയുടെ ഹൈപ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ലിയോയുടെ ഹൈപ്പ് ഇപ്പം ഡബിൾ ആയിരിക്കുകയാണ്. അപ്പം നമുക്ക് ഒരു ചെറിയൊരിത്, ലിയോ 2 എങ്ങാനും സംഭവിച്ചാൽ, നമ്മുടെ ദളപതി വിജയ് ഒക്കെ പറഞ്ഞ് ലിയോ 2 എങ്ങാനും സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പടത്തിൻ്റെ ആ ഒരു ഹൈപ്പ് കയറാൻ പോകുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം. കാരണം നമുക്കറിയാം, കോളിവുഡ് ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും വലിയ ഹൈപ്പിൽ ഇറങ്ങിയ പടമാണ് ലിയോ. അത് ഇഷ്ടപ്പെട്ടവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്, നെഗറ്റീവ് അടിച്ച് ആ പടത്തിനെ ഡൗൺ ആക്കിയവരുണ്ട്. പക്ഷേ എന്നാൽ പോലും ആ പടം കയറിയ ഹൈപ്പ് ഭയങ്കര വലുതാണ്. അതായത് നമ്മുടെ തമിഴ് ഇൻഡസ്ട്രിയിലെ മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങളിലും അത് കയറിയ ഹൈപ്പ് അത്ര വലുതാണ്. എന്നാൽ ഈ എല്ലാ ഇൻഡസ്ട്രിയിലും മെയിൻ താരങ്ങളെ എടുത്തിട്ട് പോലും എനിക്ക് തോന്നുന്നു കൂലിക്ക് ആ ഒരു ഹൈപ്പ് കിട്ടുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പിന്നെ നമുക്ക് പടം ഇറങ്ങാൻ പോകുന്നതിൻ്റെ ആ ഒരു ദിവസങ്ങളിൽ ലോകേഷ് കനകരാജ് തലൈവർ അങ്ങനെയൊക്കെയുള്ള ഇത് വെച്ചിട്ട് പടത്തിന് എന്തായാലും ആൾ കയറും. പടം എന്തായാലും നല്ല പടമാണേലും ഉറപ്പായിട്ടും ഹിറ്റാകും. അപ്പം ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇപ്പം ഈ കൂലി ഇറങ്ങാൻ പോകുമ്പോഴും നമുക്ക് ലിയോയ്ക്ക് കിട്ടുന്ന ആ ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ആ ഒരു വേറെ ലെവലൊരു ഇപ്പോഴും ആ ഒരു എന്താ പറയുന്നത് സ്റ്റാർഡം, അല്ലെങ്കിൽ ആ ഒരു ദളപതി വിജയ് ഇപ്പം സിനിമ നിർത്തുമെന്നൊക്കെ പറയുന്നു. എന്തായാലും നിർത്താതിരിക്കട്ടെ. അപ്പം ആ ഒരു ലിയോയ്ക്ക് കിട്ടുന്ന ആ ഒരു ഭയങ്കര ഒരു ഹൈപ്പാണ് ഇപ്പം കയറി. എവിടെ നോക്കിയാലും നമുക്ക് ലിയോ എന്നുള്ള ഒരു ഇത് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്തത്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ്, റിവ്യൂസ്, റിയാക്ഷൻസ് ഒക്കെ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ജെന്യുനായിട്ട് തോന്നി, അല്ലെങ്കിൽ നിങ്ങൾക്കും ഈ കാര്യം തോന്നിയോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതിന് വരെ ബൈ.